പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും അവസാനം ആസാമിൽ നിന്നും പിടിയിലായിരിക്കുന്നത് 70-ൽ അധികം പേരാണ്. ഇവർ ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യക്കെതിരായി സംസാരിക്കുകയാണ്. അത് ആസാമിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷെ ആസാമിലാണ് ഇപ്പോൾ ഏറ്റവും അധികം അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇത്തരക്കാരെയുമായി നമുക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും ഈ രാജ്യത്ത്? അതിനേക്കാളും മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ആസാമിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നതെന്ന് ശ്രീജിത്ത് പറഞ്ഞല്ലോ. അത് അവിടെ ഭരിക്കുന്നത് ഒരു രാജ്യത്തിനോട് കൂറും വിശ്വസ്തതയുമുള്ള ഒരു സർക്കാരായതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലാണ് സത്യത്തിൽ അങ്ങനൊരു നടപടി വരുന്നതെങ്കിൽ ഇതിൻ്റെ ഇരട്ടിക്കിരട്ടി ആൾക്കാർ അറസ്റ്റിലായേനെ, ജയിലുകൾ നിറഞ്ഞേനെ. കേരളത്തിലെ സർക്കാർ, ഭരിക്കുന്ന സർക്കാരിന് ഈ രാജ്യത്തിനോട് കൂറുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ ആസാമിൽ നിന്ന് 79 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ ഒരു MLAക്ക് പോലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരു MLA പോലും, AIUDFൻ്റെ MLA അമീനുൽ ഇസ്ലാമിനെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ നേരിടുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ചപ്പോൾ, ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയും നേരിടുകയും ചെയ്തപ്പോൾ, ഈ നിരപരാധികളായ 26 മനുഷ്യരുടെ ജീവന് വിലയുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ, ഒറ്റയ്ക്കും തെറ്റയ്ക്കും രാജ്യത്തിൻ്റെ ചില കോണുകളിൽ നിന്ന് ചില ആൾക്കാർ ഈ ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഒരു പ്രമുഖ യൂട്യൂബറാണ്, ഒരു വ്ളോഗറാണ് ഈ ചാരവൃത്തി കുറ്റം ആരോപിക്കപ്പെട്ട അറസ്റ്റിലായത്, ജ്യോതി മൽഹോത്ര. അവർക്ക് പാക് ഹൈക്കമ്മീഷനിലെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനുമായിട്ട്, ഡാനിഷ് എന്ന് അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അയാളെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. അയാൾ ഇവിടെ ഈ സ്ത്രീയെ ഉപയോഗിച്ച് നിരവധി ചാരപ്രവൃത്തികൾ ചെയ്തു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല, ഇവർ പാകിസ്ഥാനിലെ ISI ഏജൻറ്റുമാരുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു. അതിൻ്റെ ഫോട്ടോകളൊക്കെ പുറത്തു വന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അത് ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ പലരും, നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അറിയാം, ഈ പാക് അനുകൂല പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നു. ഇപ്പോഴിതാ മലയാളികളുടെ ഒരു സംഘടനയാണ് UAEയിൽ ഒരു പരിപാടി നടത്തി. അത് പാക് എംബസിയുടെ, UAEയിലെ പാക് എംബസിയുടെ കീഴിൽ വരുന്ന പാക് അസോസിയേഷൻ ഹാളിൽ ഒരു പരിപാടി നടത്തി. അത് അവർ ക്യൂസാറ്റിലെ വിദ്യാർത്ഥികൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്, പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവർ അവിടെ ക്യൂബ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി, CUBAA, കൊച്ചിൻ യൂണിവേഴ്സിറ്റി BTech അലുമിനി അസോസിയേഷൻ. ആ സംഘടന ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരു പരിപാടി നടത്തുകയും അതിലേക്ക് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കും. വിരുദ്ധ നിലപാട് മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിന് പിന്നാലെ അവിടെ ഈ അഫ്രീദിയുടെ നേതൃത്വത്തിൽ വലിയ റാലി ഉണ്ടായിരുന്നു. ഇന്ത്യയെ പരാജയപ്പെടുത്തി, മോദിയെ പരാജയപ്പെടുത്തി, ആഘോഷ റാലി, ഇന്ത്യക്കാരെ കൊലപ്പെടുത്തി എന്ന് ആഘോഷിക്കുന്ന ഒരു മനുഷ്യനെയാണ് അവിടെ ഇന്ത്യക്കാർ തന്നെ വേദിയിൽ കൊണ്ടുവന്ന്. കേരള ഇന്ത്യക്ക് തന്നെ അപമാനമായിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും നാണം കെട്ടുപോയി. മലയാളികൾ, ലോകമെങ്ങുമുള്ള മലയാളി നാണം കെട്ട് തല താഴ്ത്തുന്ന ഒരു സംഭവമാണ് മെയ് 25 വിവാദമായതിന് പിന്നാലെ മാപ്പിരന്ന് വരികയാണ് അവർ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നടപടി ഉണ്ടായാൽ അത് വലിയ ദോഷം ചെയ്യും, അവരുടെ ജീവിതം ഇരുട്ടിലാകും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ലേലു അല്ലു എന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നത്. അല്ലാതെ ഈ രാജ്യത്തിനോട് എന്തെങ്കിലും കൂറുണ്ടായിട്ടോ, ചെയ്ത തെറ്റിൻ്റെ വലുപ്പം മനസ്സിലാക്കിയിട്ടോ, അതിൻ്റെ ആഴം തിരിച്ചറിഞ്ഞിട്ടോ ഒന്നുമല്ല. അവരുടെ ദൃഷ്ടിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പറയുന്ന സംഘടനയുടെയൊക്കെ വേരുകൾ തേടി ചെന്നപ്പോൾ അതൊരു റെഡ് ജിഹാദി ആ ഒരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ ഭാരവാഹികളെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അല്ല, ഇന്ത്യയെ പരാജയപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ആഘോഷം നടത്തിയത് കൊണ്ടായിരിക്കും അഫ്രീദി ആ വേദിയിൽ എത്തിച്ചത്. അതെ, അതുകൊണ്ട് തന്നെയാണ്. അത് പാക് ചാരസംഘടനയായ ISIയുടെ ആസൂത്രണത്തിൽ നടന്നൊരു പരിപാടിയാണെന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഈ സംഘാടകർ പറയുന്നത്, ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, അഫ്രീദി അപ്പുറത്ത് വേറൊരു പരിപാടിക്ക് വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ്, അദ്ദേഹം ഇവിടെ വന്നതാണ്, അല്ലാതെ ചെണ്ടമേളം കൊടുത്താണ് സ്വീകരിച്ചത് അഫ്രീദിയെ. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി അഫ്രീദിയെ സ്വീകരിച്ചിട്ട് പറയുന്ന വർത്തമാനം ഇതാണ്.
ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളെല്ലാം മറ്റേ ഉള്ള കുട്ടികളാണ്, ഞങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല ഇതിനെക്കുറിച്ച് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അഴി എണ്ണുമ്പോൾ അത് പഠിച്ചുകൊള്ളും. അതൊക്കെ പാസ്പോർട്ട് റദ്ദായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാമല്ലോ. അവിടെ ആ നാട്ടിൽ പോലും യാതൊരു മാന്യതയും കിട്ടില്ല, തൂക്കിയെടുത്ത് ജയിലിലാക്കും അവർ. എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ധാരാളം പാകിസ്ഥാന് വേണ്ടി കാത്തിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ്. ഇപ്പോൾ ആസാം പോലൊരു സ്ഥലത്ത് ഹിമന്ത ബിശ്വാസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് നമുക്കറിയാം, അവിടെ കർശനമായിട്ടാണ് ഈ ഹിമന്ത ബിശ്വാസ് നീതിന്യായം നടപ്പാക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉടൻ തന്നെ ആസാമിൽ തെരഞ്ഞെടുപ്പുണ്ട്. കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ആസാം. അങ്ങനെ ആസാമിൽ അധികാരം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമവും ചിലപ്പോൾ കാണുന്നുണ്ടാകുമല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇതിനൊക്കെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് വലിയ തോതിൽ ഇത്തരം ആൾക്കാരെ പിന്തുണച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് പൊതുവെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പെഹൽഗാം ആക്രമണത്തിൽ ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയായിട്ട് കൊടുത്തപ്പോൾ അതിൽ എത്ര വിമാനങ്ങൾ വീണു, എത്രയൊക്കെ നഷ്ടമുണ്ടായി എന്നൊക്കെ തെളിവ് ചോദിച്ച് രംഗത്ത് വരുമോ? ഈ പഹൽഗാം ആക്രമണം തന്നെ ഇൻ്റലിജൻസ് വീഴ്ചയാണ്, അത് ഉടനെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും രംഗത്ത് വരുമോ? ശശി തരൂരിനെ പോലെയുള്ളവർ പറഞ്ഞു അതൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം, ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ഡിഫൻസ് ആൻഡ് ഒഫൻസ് ആണ് ആവശ്യം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിനെ പോലെ അസാസുദ്ദീൻ ഒവൈസി, സൽമാൻ ഖുർഷിദ്, ജോൺ ബ്രിട്ടാസ്, ഇങ്ങനെ ഒരു വലിയ നീണ്ട നിര നേതാക്കളാണ്, അത് പിന്നെ എല്ലാ പാർട്ടികളിലുമുള്ള നേതാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പ്രതിപക്ഷ കക്ഷികളാണ് ഇപ്പോൾ ഇന്ത്യൻ സംഘത്തെ വിദേശങ്ങളിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വിജയം, കൊളംബിയ പോലൊരു രാഷ്ട്രം ഈ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അനുശോചനം അറിയിച്ച കൊളംബിയ അത് പിൻവലിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണ്, ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. വാസ്തവത്തിൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസും ഈ രാഹുൽ ഗാന്ധിയും കിടന്നിങ്ങനെ കീറി അലറുന്നത്. എന്തായാലും ഈ ആസാമിലെ ഈ പറഞ്ഞതുപോലെ ഹിമന്ത ബിശ്വാസാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. തൂക്കിയെടുത്ത് അകത്താക്കും എന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്ത് അകത്താക്കിയിരിക്കും അവിടുത്തെ പോലീസ്. അതുപോലെ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. വളരെ കൃത്യമായിട്ട് അവർ, അതുകൊണ്ട് തന്നെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. അതുകൊണ്ട് തന്നെ ആസാമിൽ ഈ പറയുന്നത് പോലെ ഈ ഇത്തരം വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് ആസാമിൻ്റെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് ഹിമന്ത ബിശ്വാസ് അസന്നിഗ്ധമായിട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേർന്നതും. കാരണം കോൺഗ്രസ്സിൽ ഇരുന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് അവിടുന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്നു. BJP-യുടെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇപ്പോൾ. വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആസാമിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ വരുന്നു. പുതിയ റോഡുകളും ട്രെയിനും ഒക്കെ അവിടെ വരുന്നു. നമ്മൾ ആസാമിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്, ത്രിപുരയിലടക്കം മണിപ്പൂരിലടക്കം. എന്തായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊണ്ട് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം, ഇത്തരക്കാരെ രാജ്യത്ത് നിന്നും പുകച്ച് പുറത്തു ചാടിക്കാൻ കഴിയുന്നുണ്ട്. ഒളിച്ചിരുന്നവർ സ്ലീപ്പർ സെല്ല് സമാനം ഒളിച്ചിരുന്നവരെ പുറത്തെത്തിക്കാൻ കഴിയുന്നു. അതായത് ഈ പറയുന്നത് പോലെ മൂടുപടം അണിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചിരുന്ന ശത്രുക്കളെ മുഴുവനും ഇപ്പോൾ ഇന്ത്യക്ക് തിരിച്ചറിയാനായി. ഇന്ത്യക്ക് ഉള്ളിൽ നിന്ന് ആരൊക്കെയാണ് ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത്, ആരൊക്കെയാണ് ഇന്ത്യക്ക് എതിരായിട്ട് നിൽക്കുന്നത്, ആരൊക്കെ ശത്രുവിനോടൊപ്പമുണ്ട് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് സുരക്ഷാ സേന ഇതൊക്കെ നേരിടാൻ പ്രാപ്തരാണ്. അവർക്ക് അതിനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് ഭയമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ, ഈ മാളത്തിൽ ഒളിച്ച എലിയെ പുകച്ചു പുറത്തു ചാടിക്കുക എന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ മാളത്തിൽ ഒളിച്ചിരുന്ന എലികളെ എല്ലാം കൃത്യമായിട്ട് ഇന്ത്യക്ക് പുകച്ചു പുറത്തു ചാടിക്കാൻ സാധിച്ചിരിക്കുന്നു. അതാണ് ആസാമിൽ 79 പേർ പിടിയിലായത്. പക്ഷേ ആ ഒരു പ്രവൃത്തി വേണ്ടത്ര വിജയിക്കാതെ പോയത് കേരളത്തിൽ മാത്രമാണ് എന്ന ദുഃഖ സത്യവും അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.